ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ആൺപെൺ എന്ന വിവേചനം ഇനി മാനാഞ്ചിറ മോഡൽ സ്കൂളിനില്ല. സ്കൂളിന്റെ ചരിത്രത്തിലാദ്യമായി ഇനിയുള്ള അധ്യയന വർഷത്തിൽ ആൺകുട്ടികൾക്കൊപ്പം പെൺകുട്ടികളും ഉണ്ടാകും. അധികാരികളുടെ അനുമതിയില്ലെങ്കിലും പുതിയ മാറ്റവുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിലാണ് സ്കൂൾ അധികൃതർ. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. 58 ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജുകളാക്കി മാറ്റുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. 6 ESI കേന്ദ്രങ്ങളെ കിടത്തി ചികിത്സാ ആശുപത്രികളാക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി ബംഗാരു ദത്താത്രേയ. മാരക രാസവസ്തുക്കൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ ചേർക്കുന്നില്ലെന്ന് മെക്കനൈസ്ഡ് ബേക്കറി ഓണേഴ്സ്. ബ്രെഡ് കഴിച്ചാൽ ക്യാൻസർ വരുമെന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും ബേക്കറി ഉടമകൾ. മരം വെട്ടുന്നതിനിടെ അബോധാവസ്ഥയിലായ ആളെ രക്ഷപ്പെടുത്തി ഫയർ സ്റ്റേഷൻ ജീവനക്കാർ. പുതിയറയ്ക്ക് സമീപം നടന്ന രക്ഷാപ്രവർത്തനത്തിൽ ഫയർഫോഴ്സിനൊപ്പം കസബ പോലീസും ചേർന്നു. വാർത്തകൾ വിശദമായി. കേരളത്തിലെ 58 ജില്ലാ ആശുപത്രികളെ മെഡിക്കൽ കോളേജുകളാക്കി ഉയർത്തുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. കോഴിക്കോട്, തിരുവനന്തപുരം, ആലപ്പുഴ മെഡിക്കൽ കോളേജുകളെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളാക്കി മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ 4 ESI ചികിത്സാ കേന്ദ്രങ്ങളും പാപ്പിനിശ്ശേരി ESIയും 6 കിടക്കകളോടുകൂടിയ ആശുപത്രികളാക്കി മാറ്റുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി ബംഗാരു ദത്താത്രേയ വ്യക്തമാക്കി. പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രിമാർ. കേരളത്തിൽ ഇടതു സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം BJP പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ പോലീസ് അലംഭാവം കാണിച്ചെന്ന് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി JP നഡ്ഡ. കേസുകൾ ദുർബലമാക്കാൻ FIRൽ കൃത്രിമം കാണിച്ചുവെന്നും നഡ്ഡ കുറ്റപ്പെടുത്തി. The investigation going on is not proper and the FIR report is also not very conclusive and it is a weak FIR and it has been deliberately done to weaken the case. നരേന്ദ്രമോദി സർക്കാർ 2 വർഷം പൂർത്തിയാക്കിയപ്പോൾ എല്ലാ മേഖലകളിലും രാജ്യം പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ജനങ്ങളുടെ നേട്ടത്തിനായി കേരളത്തിൽ കൊണ്ടുവന്ന മുദ്ര യോജന ട്രേഡ് യൂണിയനുകളുടെ എതിർപ്പ് മൂലം കാര്യക്ഷമമായി നടപ്പാക്കിയില്ലെന്നും നഡ്ഡ കുറ്റപ്പെടുത്തി. I would request why I am emphasizing on Mudra because there we did not get the cooperation as we needed. കോഴിക്കോട്ട് ക്യാൻസർ സെന്ററിനായി 25 കോടി വകയിരുത്തി. കണ്ണൂരും ആലപ്പുഴയും എറണാകുളത്തും 2ാം ഘട്ട ട്രോമ കെയർ യൂണിറ്റുകൾ തുടങ്ങും. 58 ജില്ലാ ആശുപത്രികളെ മെഡിക്കൽ കോളേജുകളാക്കും. തിരുവനന്തപുരം, കോഴിക്കോട്, ആലപ്പുഴ മെഡിക്കൽ കോളേജുകളെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളായി ഉയർത്തും. തിരുവനന്തപുരം, കോഴിക്കോട്, ആലപ്പുഴ മെഡിക്കൽ കോളേജുകളെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളാക്കി ഉയർത്തുമെന്നും ആരോഗ്യമന്ത്രി JP നഡ്ഡ കൂട്ടിച്ചേർത്തു. The foundation stone laying ceremony has also taken place. Very soon I will be coming to Kozhikode also, to the tune of 150 crores for the tertiary cancer care unit for Kozhikode. എല്ലാത്തരം തൊഴിലാളികൾക്കും സുരക്ഷ ലഭ്യമാക്കും വിധം പുതിയ തൊഴിൽ സുരക്ഷാ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി ബംഗാരു ദത്താത്രേയ പറഞ്ഞു. എരഞ്ഞിപ്പാലം, മാവൂർ, ചാലപ്പുറം, കുന്നത്തുപാലം, പാപ്പിനിശ്ശേരി തുടങ്ങി ESI സെന്ററുകളെ 6 പേരെ കിടത്തി ചികിത്സിക്കുന്ന ആശുപത്രികളായി ഉയർത്തും. കോഴിക്കോട് പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രിമാർ. We are going to upgrade as a 6-bed hospitals. For every hospital we will provide a minimum 15 to 20 crores. മുഖാമുഖത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ, BJP ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവരും പങ്കെടുത്തു. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് പ്രസിഡന്റും എഴുത്തുകാരനുമായ C കൃഷ്ണമൂസദിനെ നവതി ആഘോഷം കോഴിക്കോട് നടന്നു. കോഴിക്കോട് സാമൂതിരി രാജ KCU രാജ ചടങ്ങിൽ അദ്ദേഹത്തിന് പൊന്നാട അണിയിച്ചു. വായനയുടെയും എഴുത്തിന്റെയും പുതുലോകം വായനക്കാരന് പരിചയപ്പെടുത്തിയ C കൃഷ്ണൻമൂസ് ഇന്ന് നവതിയുടെ നിറവിലാണ്. കോഴിക്കോട് ഗാന്ധി പീസ് ഫൌണ്ടേഷൻ ട്രസ്റ്റ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിന് ആശംസയറിയിക്കാൻ നിരവധി പേരാണ് ഗാന്ധിഗൃഹത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തത്. കോഴിക്കോട് സാമൂതിരി രാജ KCU രാജ നവതി ആഘോഷിക്കുന്ന C കൃഷ്ണൻമൂസിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു.
പ്രമുഖ സാഹിത്യകാരൻ MT വാസുദേവൻ നായർ ചടങ്ങിൽ ഉപഹാരം സമർപ്പിച്ചു. ഗാന്ധിയ ആദർശങ്ങളും തത്വശാസ്ത്രവുമാണ് C. കൃഷ്ണൻമൂസിനെ ആയുരാരോഗ്യത്തോടെ ഊർജ്ജസ്വലനായി നിലനിർത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കൃഷ്ണൻമൂസിനെ പോലെ ഗാന്ധിയ ദർശനങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന വ്യക്തികളിൽ നിന്ന് സമൂഹം പല പാഠങ്ങളും ഉൾക്കൊള്ളണമെന്നും ജീവിത കാർക്കശ്യങ്ങളെ മറികടന്ന കൃഷ്ണൻമൂസിനെ മാതൃകയാക്കണമെന്നും MT കൂട്ടിച്ചേർത്തു. ജീവിതത്തിനോടുള്ള സമീപനം അത് ഏതു കാലത്തും നമുക്ക് എന്നെപ്പോഴത്തെ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ഗുണങ്ങളുള്ള ആളുകളെ അകലിൽ നിന്നും പഠിച്ചതിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ നൽകുന്നു. സർവോദയ പ്രസ്ഥാനത്തിലും പ്രകൃതി ജീവനത്തിലും സജീവ താൽപര്യം കാണിച്ച വ്യക്തിയാണ് C. കൃഷ്ണൻമൂസ്. ഗാന്ധി സ്മൃതി സദ്ഭാവന യാത്രയുടെ നേതാവും മാറാട് മൈത്രി സഹായ സമിതിയുടെ കോർഡിനേറ്ററുമായി പ്രവർത്തിച്ച അദ്ദേഹം തികഞ്ഞ ഗാന്ധിയൻ കൂടിയാണ്. ഗാന്ധി പീസ് ഫൌണ്ടേഷൻ ട്രസ്റ്റ് സംഘടിപ്പിച്ച നവതി ആഘോഷ ചടങ്ങിൽ BK ബാലകൃഷ്ണൻ നായർ, ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, M. കേശവമേനോൻ, തോട്ടത്തിൽ രവീന്ദ്രൻ, മൊകവൂർ വേണു, TKA അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ ഹാനികരമായ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നില്ലെന്ന് ഓൾ കേരള മെക്കനൈസ്ഡ് ബേക്കറി ഓണേഴ്സ് അസോസിയേഷൻ. ചെറുകിട ബ്രെഡ് ഉൽപാദകർ ഉൾപ്പെട്ട തങ്ങളുടെ അംഗങ്ങളിൽ ആരും തന്നെ രാസചേരുവകൾ ബ്രെഡിൽ ചേർക്കുന്നില്ലെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. കേരള മെക്കനൈസ്ഡ് ബേക്കറി ഓണേഴ്സ് എന്ന സംഘടന 1989 മുതൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇത് 100ഓളം ചെറുകിട ബ്രെഡ് ഉൽപാദകർ അംഗങ്ങളായിട്ടുള്ള സംഘടനയാണ്. തങ്ങളുടെ അംഗങ്ങൾ ആരും തന്നെ മാരകമായ രോഗങ്ങൾ വരുത്തിവെക്കാൻ സാധ്യതയുള്ള പൊട്ടാസ്യം ബ്രോമൈഡ്, പൊട്ടാസ്യം അയോഡൈഡ് തുടങ്ങിയ രാസവസ്തുക്കൾ ഉൽപാദനത്തിന്റെ യാതൊരു ഘട്ടങ്ങളിലും ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് ഓൾ കേരള മെക്കനൈസ്ഡ് ബേക്കറി ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. തങ്ങൾ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഈ വിധത്തിലുള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ളതല്ല എന്നും അവർ പറഞ്ഞു. രാജ്യത്തെ ബ്രെഡ് ഉത്പാദകർ മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് സംഘടന വാർത്താസമ്മേളനം നടത്തിയത്. പരിക്കേറ്റ് മണിക്കൂറുകളോളം മരത്തിൽ ബോധരഹിതനായി കിടന്ന തൊഴിലാളിയെ രക്ഷിച്ച് ബീച്ച് ഫയർ സ്റ്റേഷൻ ജീവനക്കാർ വീണ്ടും തങ്ങളുടെ പ്രതിബദ്ധത തെളിയിച്ചു. പുതിയറയ്ക്ക് സമീപം നടന്ന രക്ഷാപ്രവർത്തനത്തിൽ ഫയർ സ്റ്റേഷൻ ജീവനക്കാർക്കൊപ്പം നാട്ടുകാരുടെയും കസബ പോലീസിന്റെയും സേവനവും ശ്രദ്ധേയമായി. ഉച്ചയ്ക്ക് 12:30 സംഭവം നടന്നത്. പുതിയറ ഹിന്ദുസ്ഥാൻ കളരിക്ക് സമീപം മരം മുറിക്കാനെത്തിയ കുതിരവട്ടം മൈലമ്പാടി സ്വദേശി മനേഷാണ് അപകടത്തിൽപ്പെട്ടത്. മരം ഭാഗികമായി മുറിച്ചതിനുശേഷം വുഡ് കട്ടർ കാലിൽ തട്ടുകയായിരുന്നു. മുട്ടിനേറ്റ മുറിവിൽ നിന്ന് രക്തം പൊടിഞ്ഞതോടെ ഇയാൾ ബോധരഹിതനായി. തുടർന്ന് സമീപവാസികൾ ബീച്ച് ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളെ മോട്ടോർ ഓഫാക്കുന്ന സമയത്ത് അയാളെ കാലിൽ പറ്റിയതാ. മോട്ടോർ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മോട്ടോർ ഓഫാക്കുന്ന സമയത്ത് അയാളെ കാലിലേക്ക് ബ്ലേഡ് തട്ടിയപ്പോൾ ആള് ബ്ലഡ് കണ്ടപ്പോൾ ബോധമില്ലാണ്ടായി. ഫയർഫോഴ്സ് കറക്റ്റ് ടൈമിൽ വന്ന്. അപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെട്ടു, പെട്ടെന്ന് ഇറക്കിയാൽ വേണ്ടി രക്ഷപ്പെട്ടു. നമുക്ക് ഇറക്കാൻ പറ്റുന്നില്ല, ഫയർഫോഴ്സ് വന്നുകൊണ്ട് രക്ഷപ്പെടുത്തി. തുടർന്ന് ബീച്ച് ഫയർ സ്റ്റേഷൻ ഓഫീസർ PV വിശ്വാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം 1:15 സംഭവസ്ഥലത്തെത്തി. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് മനേഷിനെ റോപ്പ് ഉപയോഗിച്ച് മരത്തിൽ നിന്ന് താഴെ ഇറക്കിയത്. 1:25 ആംബുലൻസും സ്ഥലത്ത് കേന്ദ്രീകരിച്ചു. കസബ SI അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘവും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. 1:40 ആംബുലൻസിൽ മനേഷിനെ മെഡിക്കൽ കോളേജിലെത്തിച്ചു. നാട്ടുകാരുടെയും അധികൃതരുടെയും സംയോജിതമായ ഇടപെടൽ അങ്ങനെ ഒരു ജീവൻ രക്ഷിച്ചു. അപകടത്തിൽപ്പെട്ടയാളെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഫയർ സ്റ്റേഷൻ ജീവനക്കാരുടെ പ്രയത്നമാണ് ഏറെ പ്രശംസ പിടിച്ചുപറ്റിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. CSCO ITI ഇന്ത്യക്കകത്തും വിദേശത്തും മികച്ച ജോലി നേടാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, സിവിൽ ഡ്രാഫ്റ്റ്മാൻ എഞ്ചിനീയറിംഗ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ്. മികച്ച പഠനം, മികച്ച വിജയം, മിതമായ ഫീസ്. CSCO ITI മുഖധാർ, കോഴിക്കോട്. ഫോൺ 9895439208.
different cultures, one emotion. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. ഓൾ ഇന്ത്യ BSNL പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. BSNL പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഓൾ ഇന്ത്യ പ്രസിഡന്റ് രാമൻകുട്ടി PS യോഗം ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റ് സാമൂഹ്യ മേഖലകളിലും വർഷങ്ങളായി മികച്ച സേവനം നടത്തിവരുന്ന കൂട്ടായ്മ കൂടിയാണ് BSNL പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. BSNLന്റെ സർവീസിൽ നിന്നും വിരമിച്ച ഇവർ വിശ്രമ ജീവിതത്തിലും കൂട്ടായ്മയിലൂടെ മികച്ച സേവനങ്ങൾ നടത്തുന്നതിൽ വിജയം നേടിയവരാണ്. അസോസിയേഷന്റെ ഈ വർഷത്തെ ജനറൽ ബോഡി യോഗം ചേർന്നു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം അസോസിയേഷൻ ഓൾ ഇന്ത്യ പ്രസിഡന്റ് രാമൻകുട്ടി PS ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ചന്തു N ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. ട്രഷറർ നാരായണൻ മുസദ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സർക്കിൾ പ്രസിഡന്റ് പടനായർ RN, സർക്കിൾ സെക്രട്ടറി ജോർജ് TP, അസോസിയേഷൻ സെക്രട്ടറി ആനി പ്രേമൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ബാലചന്ദ്രൻ K തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നവാഗതനായ സിനിമാ സംവിധായകൻ വിനോദ് മണാശ്ശേരിയുടെ ഹൃദയതാളം എന്ന സിനിമയുടെ പൂജ റെക്കോർഡിംഗ് കോഴിക്കോട്ട് നടന്നു. ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക സിനിമാ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. നവാഗതനായ സിനിമാ സംവിധായകൻ വിനോദ് മണാശ്ശേരിയുടെ ഹൃദയതാളം എന്ന സിനിമയുടെ പൂജ റെക്കോർഡിംഗ് നടന്നു. അഭിരാമി കൃഷ്ണ മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ ഗോപി മണാശ്ശേരിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ കഥയും അദ്ദേഹത്തിന്റേതാണ്. കോഴിക്കോട് പത്മശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക സിനിമാ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. പൂജയ്ക്ക് ശേഷം സിനിമയിലെ അണിയറ പ്രവർത്തകരെല്ലാം ചേർന്ന് ഭദ്രദീപം കൊളുത്തി. സെപ്റ്റംബർ മാസത്തോടുകൂടി ചിത്രീകരണം ആരംഭിക്കാൻ പോകുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് അൻസാരി കളത്തിങ്കലാണ്. തിരക്കഥയും സംഭാഷണവും ബിജു പുത്തൻവീട്ടിലേതാണ്. ഗാനരചന മുല്ലപ്പള്ളി നാരായണൻ നമ്പൂതിരിയും സംഗീത സംവിധാനം ശിവദാസ് വാര്യരുമാണ് നിർവഹിച്ചത്. ചടങ്ങിൽ ഓഡിയോ റിലീസിംഗും നടന്നിരുന്നു. പുതുമുഖ താരം ശ്രുതിയും സുധീഷുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ V ഗോവിന്ദൻകുട്ടിയാണ്. തീർത്തും നാടൻ ശൈലിയിൽ ഒരുക്കുന്ന ചിത്രം കോഴിക്കോടിന്റെ മലയോര മേഖലയിലാണ് പൂർണ്ണമായും ചിത്രീകരിക്കാൻ ഒരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആൺവീടിന്റെ വാതിൽ തുറന്നു. മാനാഞ്ചിറ മോഡൽ ഹൈസ്കൂളിന് പെണ്ണാധിപത്യവും. സ്കൂളിന്റെ ചരിത്രത്തിലാദ്യമായാണ് പെൺകുട്ടികൾക്കായി ഇത്തവണ പ്രവേശനം നൽകിയത്. ആൺതരികൾ മാത്രം അടക്കി വാണിരുന്ന ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലേക്കാണ് 42 പെൺകുട്ടികൾ എത്തിയത്. ഇതാദ്യമായി സ്കൂളിലെത്തിയ പെൺകുട്ടികളെ നിറഞ്ഞ ആദരവോടെയാണ് കഴിഞ്ഞ ദിവസം ആൺകുട്ടികൾ വരവേറ്റത്. ഹൈസ്കൂളിലെ താരങ്ങൾ എന്തായാലും ഇന്ന് പെൺകുട്ടികളാണ്. 8ാം ക്ലാസ്സിൽ 3 ഡിവിഷനുകളിലായാണ് പെൺകുട്ടികൾ പുതുതായി പഠിക്കുന്നത്. ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും സുരക്ഷയുമാണ് പെൺകുട്ടികൾക്കായി അധികൃതർ ഒരുക്കിയിട്ടുള്ളത്. ആദ്യ ബാച്ചാണെങ്കിലും ആശങ്കയോ അങ്കലാപ്പോ ഒന്നും തന്നെ നവാഗതർക്കില്ല. സ്കൂളിൽ തങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള സൌകര്യങ്ങളിൽ പൂർണ്ണ സംതൃപ്തരാണിവർ. ഹാപ്പിയാണ്. നല്ലൊരു ഈ സ്കൂൾ ആദ്യമായിട്ടാണ് ഈ ഗേൾസ് ബാച്ച് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ചേർന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എല്ലാവരും എത്തി. നല്ല ഫ്രണ്ട്സുകളൊക്കെ കിട്ടി. ഇവിടെ നല്ല സൗകര്യങ്ങളാണ്. മെയ് 28-നാണ് സ്കൂളിൽ പെൺകുട്ടികളെ പ്രവേശിപ്പിക്കുന്നത് തടയണമെന്ന് DDE ഉത്തരവിറക്കിയത്. ഗേൾസ് സ്കൂളുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമേ പെൺകുട്ടികളെ ബോയ്സ് സ്കൂളിൽ പ്രവേശിക്കാവൂ എന്നും ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ പരിസരത്ത് ധാരാളം ഗേൾസ് സ്കൂളുകൾ ഉള്ളതിനാൽ ഇവിടെ പ്രവേശനാനുമതി നിഷേധിക്കുന്നുവെന്നുമാണ് DDEയുടെ കത്തിൽ പറയുന്നത്. എന്നാൽ പ്രശ്നപരിഹാരത്തിന് സ്കൂൾ അധികൃതർ DPIയെയും മേയറെയും സമീപിച്ചു. കോർപ്പറേഷനിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കുകയും ചെയ്തു. തുടർന്നാണ് ജൂൺ 1-ന് വമ്പൻ സ്വീകരണം നൽകി പെൺകുട്ടികളെ സ്കൂളിലേക്ക് വരവേറ്റത്. വിദ്യാഭ്യാസത്തിന് വേർതിരിവിന്റെ ആവശ്യമില്ലെന്നും സ്കൂളിന്റെ വിളക്കായി വന്ന പെൺകുട്ടികൾക്ക് പൂർണ്ണമായ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ടെന്നും ഹെഡ്മിസ്ട്രസ് ഇൻചാർജ് MR ദീപ പറയുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ വീടുകളിലായാലും സ്കൂളിലായാലും പൊതുസമൂഹത്തിലായാലും ഒരു വേർതിരിവിന്റെ ആവശ്യമില്ല എന്ന എല്ലാ വിദ്യാഭ്യാസ ചിന്തകന്മാരും മറ്റുള്ളവരും പറയുന്നത്, സാഹിത്യകാരന്മാരായാലും എല്ലാ ഫീൽഡിലുള്ളവരും ആവശ്യപ്പെടുന്നത് കൂട്ടത്തോടുകൂടി കുട്ടികൾ ഒന്നിച്ചിരുന്ന് ഷെയർ ചെയ്തിട്ട് പഠിക്കണം എന്നതാണ്. സ്കൂളിൽ വനിതാ ജീവനക്കാരെ മാത്രം ഉൾപ്പെടുത്തി കുടുംബശ്രീ ക്യാന്റീൻ ആരംഭിച്ചിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് മാത്രമായി 3 ബാത്റൂമുകളും റെസ്റ്റിംഗ് റൂമും മറ്റ് സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സ്കൂളിൽ പെൺകുട്ടികളെ പ്രവേശിപ്പിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവിനെ മറികടക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപ്പീൽ നൽകി കാത്തിരിക്കുകയാണ് സ്കൂൾ അധികൃതർ. കാലിക്കറ്റ് ഫോറം ഫോർ IT കാഫിറ്റിന്റെ ആദ്യ ടെക് സമ്മേളനം റിബൂട്ട് ജൂൺ 4-ന് ഹൈലൈറ്റ് മാളിൽ നടക്കും. സാംസങ് ഡയറക്ടർ അമിത് മന്നൻ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. മലബാറിലെ IT കേന്ദ്രം എന്ന നിലയിലാണ് കോഴിക്കോട് ഈ സമ്മേളനത്തിന് വേദിയാകുന്നത്. മലബാറിന്റെ IT വ്യവസായത്തിന്റെ ശബ്ദമാണ് കാഫിറ്റ്.
കാഫിറ്റിന്റെ മലബാറിലെ ആദ്യ ടെക് സമ്മേളനം റീബൂട്ട് ജൂൺ 4-ന് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ നടക്കുമെന്ന് സാരഥികൾ പറഞ്ഞു. സാംസങ്ങിന്റെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിഭാഗം ഡയറക്ടർ അമിത് മന്നൻ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി സംബന്ധിച്ച് പ്രഭാഷണം നടത്തും. മലബാർ മേഖലയിലെ IT പ്രൊഫഷണലുകളുടെ ഏറ്റവും വലിയ ഒത്തുചേരലാകും റീബൂട്ട് എന്നും പ്രമുഖ ടെക് കമ്പനികളും IT ചിന്തകരും സ്റ്റാർട്ടപ്പുകളും സംരംഭകരും നിക്ഷേപകരും റീബൂട്ടിൽ സംഗമിക്കുമെന്നും സാരഥികൾ വ്യക്തമാക്കി. സംഘപരിവാറിന്റെ ഭീഷണി ഉയർത്തിക്കാട്ടി ന്യൂനപക്ഷ വോട്ടുകൾ നേടി അധികാരത്തിലെത്തിയ പിണറായി ആദ്യം ചെയ്തത് നരേന്ദ്രമോദിക്ക് ഇന്ത്യയിൽ ഏറ്റവും പ്രിയപ്പെട്ട 10 പോലീസ് ഉദ്യോഗസ്ഥരിൽ ഏറ്റവും പ്രിയങ്കരനായ ഒരു ഉദ്യോഗസ്ഥനെ കേരള പോലീസ് മേധാവിയായി നിയമിച്ചതെന്ന് KPCC ജനറൽ സെക്രട്ടറി N. സുബ്രഹ്മണ്യൻ. ഇതേക്കുറിച്ച് CPM നേതൃത്വത്തിന് എന്താണ് പറയാനുള്ളതെന്നറിയാൻ കേരള ജനതയ്ക്ക് താൽപര്യമുണ്ടെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞു. RSSന്റെയും സംഘപരിവാറിന്റെയും ഭീഷണി ഉയർത്തിക്കാട്ടി ന്യൂനപക്ഷ വോട്ടുകൾ നേടി അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ആദ്യമായി ചെയ്തത് നരേന്ദ്രമോദിക്കും സംഘപരിവാറിനും ഏറ്റവും പ്രിയങ്കരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിക്കുകയാണ്. ഇക്കാര്യത്തിൽ CPM സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ ജനറൽ സെക്രട്ടറിക്കും എന്താണ് പറയാനുള്ളതെന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അതിയായ താൽപര്യമുണ്ട്. ഇദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചാൽ മുസ്ലിങ്ങൾ ഇരകളും സംഘപരിവാർ പ്രതികളുമായ കേസുകൾ തേച്ചു മാച്ച് കളഞ്ഞ ചരിത്രമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനുള്ളത്. ഇത് കേരളത്തിലെ ന്യൂനപക്ഷ ജനങ്ങളോട് കാണിക്കുന്ന കടുത്ത വഞ്ചനയും അനീതിയുമാണ് എന്നതാണ് വസ്തുത. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur, Bobby Chemanur International Jewelers. CSCO ITI ഇന്ത്യക്കകത്തും വിദേശത്തും മികച്ച ജോലി നേടാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ സിവിൽ ഡ്രാഫ്റ്റ്മാൻ എഞ്ചിനീയറിംഗ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ്. മികച്ച പഠനം, മികച്ച വിജയം, മിതമായ ഫീസ്. CSCO ITI മുഖധാർ, കോഴിക്കോട്. ഫോൺ 9895439208. Different cultures, one emotion. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. വിദ്യാഭ്യാസ വായ്പയെടുത്തവർക്കായി ജൂൺ 4-ന് കോഴിക്കോട് ഗാന്ധി ഗൃഹത്തിൽ ശില്പശാല നടത്തും. വിദ്യാഭ്യാസ വായ്പയെടുത്തവർക്ക് അവബോധം നൽകുന്നതിനായി സംഘടിപ്പിക്കുന്ന ശില്പശാല കോഴിക്കോട് കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ M. രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. +2 പാസ്സായ ശേഷം പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് തുടർ പഠനം നടത്തുന്നതിന് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനായി 2001-ൽ കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന NDA സർക്കാർ ആവിഷ്കരിച്ചതാണ് വിദ്യാഭ്യാസ വായ്പാ പദ്ധതി. എന്നാൽ ഈ പദ്ധതിയിലെ ഒട്ടേറെ പോരായ്മകൾ മൂലം വിദ്യാഭ്യാസ വായ്പയെടുത്ത ഭൂരിപക്ഷവും ഇപ്പോൾ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വൻ കടക്കണിയിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് എഡ്യൂക്കേഷൻ ലോണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. വിദ്യാഭ്യാസ വായ്പയെടുത്ത് കടക്കണിയിലായവരെ സഹായിക്കുന്നതിനും അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ശില്പശാല കോഴിക്കോട് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ M. രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. രാഷ്ട്രീയത്തിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം തെളിയിക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ KC റോസക്കുട്ടി CSCO ഡയമണ്ട് ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. വനിതാ വേദി പ്രസിഡന്റ് MK സാബിറ അധ്യക്ഷം വഹിച്ചു. CSCO ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായുള്ള വനിതാ സമ്മേളനം CSCO ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ KC റോസക്കുട്ടി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ജനാധിപത്യ ഭരണ സംവിധാനത്തിലെ സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്ന വിഷയത്തിൽ അവർ മുഖ്യപ്രഭാഷണവും നടത്തി. ആൺകുട്ടികൾ ചെറുപ്രായത്തിൽ വിവാഹം കഴിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസ സമ്പന്നമായ ഭാവിയാണ്. പഠിക്കേണ്ട സമയത്ത് അടുക്കള ഭരണം ഇവർ ഏറ്റെടുക്കുമ്പോൾ ഇല്ലാതാകുന്നത് മറ്റു മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള സ്ത്രീകളുടെ പ്രാതിനിധ്യമാണ്. രാഷ്ട്രീയത്തിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം തെളിയിക്കണമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. 66 സീറ്റുകളിൽ മാത്രമാണ് സ്ത്രീകൾക്ക് ഇരിക്കാൻ കഴിയുന്നത്. അവരുടെ പ്രാതിനിധ്യം 66 മാത്രമാണ്.
ഇപ്പോൾ ഈ 66 സീറ്റുകളിൽ വനിതാ വേദി പ്രസിഡന്റ് എം കെ സാബിറ അധ്യക്ഷം വഹിച്ചു. അഡ്വക്കേറ്റ് നോർബിന റഷീദ്, ബ്രസീലിയ ഷംസുദ്ദീൻ എന്നിവർ ചർച്ചയിൽ സംബന്ധിച്ചു. CP കുഞ്ഞു മുഹമ്മദ്, EV അബ്ദുൽ ഗഫൂർ, MP ചേക്കുട്ടിക്കോയ, CPM സെയ്ദ് അഹമ്മദ്, RV ഷാനിദ, P ഫസീല, MK സുനീത, P ഷക്കീല, മുബീന നജീബ്, M ബൽക്കീസ്, VM സമീറ, MM ഫാത്തിമ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മീഞ്ചന്ത രാമകൃഷ്ണ മിഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജൂൺ 4 നടക്കും. രാമകൃഷ്ണ മഠം ജനറൽ സെക്രട്ടറി സ്വാമി സുഹിതാനന്ദജി മഹാരാജ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. നിലവിൽ 3500ഓളം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് മീഞ്ചന്ത രാമകൃഷ്ണൻ മിഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ബാംഗ്ലൂർ ഇൻഫോസിസ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 18 ക്ലാസ് മുറികൾ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കും. 700ഓളം കുട്ടികളെയും ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയും. സ്വാമി വിവേകാനന്ദ മെമ്മോറിയൽ ഇൻഫോസിസ് ഫൗണ്ടേഷൻ ബ്ലോക്ക് ജൂൺ 4 വിദ്യാർത്ഥികൾക്കായി തുറന്നുകൊടുക്കുമെന്ന് സെക്രട്ടറി സ്വാമി വിനിശ്ചലാനന്ദ പറഞ്ഞു. രാമകൃഷ്ണ മഠം ജനറൽ സെക്രട്ടറി സ്വാമി സുഹിതാനന്ദജി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഉദ്ഘാടന പരിപാടികളിൽ കളക്ടർ N പ്രശാന്ത്, MLA MK മുനീർ തുടങ്ങിയവരും രാമകൃഷ്ണാശ്രമം സാരഥികളും സംബന്ധിക്കും. അംഗൻവാടി തലത്തിലുള്ള പ്രവേശനോത്സവങ്ങളും ഇത്തവണ ആഘോഷപൂർണ്ണമാക്കി. മിഠായിയും ബലൂണുമൊക്കെ നൽകിയാണ് കുരുന്നുകളെ വരവേറ്റത്. ബാലുശ്ശേരി ബ്ലോക്ക് ICDS ഉള്ളിയേരി കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. ബാലുശ്ശേരി ബ്ലോക്ക് ICDSന് കീഴിൽ അംഗനവാടി പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഉള്ളേരി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പ്രവേശനോത്സവം പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഉള്ളേരി ഗ്രാമപഞ്ചായത്തിലെ 30ഓളം അംഗനവാടികളിലെ കുരുന്നുകളും നവാഗതരും രക്ഷിതാക്കളും പരിപാടിയിൽ സംബന്ധിച്ചു. ചടങ്ങിന്റെ ഭാഗമായി പ്രത്യേകം തയ്യാറാക്കിയ പോസ്റ്ററുകളുടെയും മോഡലുകളുടെയും പ്രദർശനവും നടന്നു. പ്രവേശനോത്സവ ഗാനത്തോടെ ചടങ്ങ് ആരംഭിച്ചു. പാട്ടുകൾ പലവൊരു പാടുമിടം, കഥകളൊരായിരം പറയുമിടം, അറിവിൻ പൂക്കൾ വിരിയുമിടം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി ചെറുകാവിൽ അധ്യക്ഷം വഹിച്ചു. വിരമിച്ച അംഗനവാടി അധ്യാപകർ, ഹെൽപ്പർമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ പൊന്നാടി അണിയിച്ചു. ശൈശവകാല വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ ICDS സൂപ്പർവൈസർ ലക്ഷ്മിക്കുട്ടി സെമിനാറിൽ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഉള്ളേരി. പ്രവാസി ഡെവലപ്മെന്റ് റീഹാബിലിറ്റേഷൻ ആൻഡ് വെൽഫെയർ സെന്റർ ഏർപ്പെടുത്തിയ പ്രവാസി ശ്രേഷ്ഠ പുരസ്കാരം പ്രവാസി പുനരധിവാസ പ്രവർത്തകൻ ആറ്റക്കോയ പള്ളിക്കണ്ടിക്ക് 25,000 രൂപയും സ്വർണ്ണ പതക്കവും അടങ്ങുന്ന അവാർഡ് ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയും CD മീഡിയ ഡയറക്ടറുമാണ് ആറ്റക്കോയ പള്ളിക്കണ്ടി. വിദേശ ഇന്ത്യക്കാരുടെ ക്ഷേമത്തിനായി 4 നൂറ്റാണ്ടുകാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസി ഡെവലപ്മെന്റ് റീഹാബിലിറ്റേഷൻ ആൻഡ് വെൽഫെയർ സെന്ററിന്റെ ഈ വർഷത്തെ പ്രവാസി ശ്രേഷ്ഠ പുരസ്കാരത്തിന് പ്രശസ്ത പ്രവാസി പുനരധിവാസ പ്രവർത്തകനായ ആറ്റക്കോയ പള്ളിക്കണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടു. 25,000 ഉറുപ്പികയും സ്വർണ്ണപ്പതക്കവും ശില്പവുമാണ് പുരസ്കാരം. പ്രവാസി ഇന്ത്യക്കാർക്ക് സേവനം ചെയ്തുവരുന്ന വ്യക്തികൾക്കാണ് ഓരോ വർഷവും പ്രവാസി ശ്രേഷ്ഠ പുരസ്കാരം നൽകി വരുന്നത്. പ്രവാസി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ, ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ സാരഥി തുടങ്ങിയ നിലകളിൽ 3 പതിറ്റാണ്ടുകാലമായി ആറ്റക്കോയ പള്ളിക്കണ്ടി നടത്തിവരുന്ന പ്രവർത്തനങ്ങളും സമീപകാലത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രവാസി ജൈവകൃഷി പദ്ധതിയുടെ വിജയവുമാണ് പുരസ്കാരത്തിന് പരിഗണിക്കപ്പെട്ടത്. ഡൽഹിയിൽ ചേരുന്ന പ്രവാസി ഡെവലപ്മെന്റ് റീഹാബിലിറ്റേഷൻ ആൻഡ് വെൽഫെയർ സെന്ററിന്റെ സിൽവർ ജൂബിലി സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഗൾഫ് ന്യൂസ് മാഗസിൻ ചീഫ് എഡിറ്ററും കേസ്മാൻ ഡിജിറ്റൽ മീഡിയ ഡയറക്ടറുമാണ് ആറ്റക്കോയ പള്ളിക്കണ്ടി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലയൺസ് ക്ലബ് കോഴിക്കോട് ഫറൂഖ് നേതൃത്വത്തിൽ ഫറൂഖ് ഗണപത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തയ്യാറാക്കിയ സ്മാർട്ട് ക്ലാസ് റൂം MLA VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് ഓഫ് കോഴിക്കോട് ഫറൂഖ് ഗവൺമെന്റ് ഗണപത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ച സ്മാർട്ട് ക്ലാസ് റൂം VKC മുഹമ്മദ് കോയ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു ശില്പകലാ ഭംഗി അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റേണ്ടതുണ്ട്. കാരണം അതിപ്പോൾ നടക്കാവിൽ വന്നു, പിന്നെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പുതിയ കെട്ടിടങ്ങൾക്കെല്ലാം അത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇനി അതും കൂടി ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. നഗരസഭാ അധ്യക്ഷ T സുഹ്റാബി അധ്യക്ഷം വഹിച്ചു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് രവി ഗുപ്ത രേഖകൾ കൈമാറി. PTA പ്രസിഡന്റ് M ഗിരീഷ്, കൌൺസിലർ M വിജയൻ, പ്രിൻസിപ്പൽ AP ഷക്കീല, ലയൺസ് ക്ലബ് സർവീസ് കമ്മിറ്റി ചെയർമാൻ V സൈഫുദ്ദീൻ, P ഉണ്ണികൃഷ്ണൻ, MK ഹസൻ കോയ, K അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്.
വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 58 ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജുകളാക്കി മാറ്റുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. 6 ESI കേന്ദ്രങ്ങളെ കിടത്തി ചികിത്സാ ആശുപത്രികളാക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി ബംഗാരു ദത്താത്രേയ. മാരക രാസവസ്തുക്കൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ ചേർക്കുന്നില്ലെന്ന് മെക്കനൈസ്ഡ് ബേക്കറി ഓണേഴ്സ്. ബ്രെഡ് കഴിച്ചാൽ ക്യാൻസർ വരുമെന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും ബേക്കറി ഉടമകൾ. മരം വെട്ടുന്നതിനിടെ അബോധാവസ്ഥയിലായ ആളെ രക്ഷപ്പെടുത്തി ഫയർ സ്റ്റേഷൻ ജീവനക്കാർ. പുതിയറയ്ക്ക് സമീപം നടന്ന രക്ഷാപ്രവർത്തനത്തിൽ ഫയർഫോഴ്സിനൊപ്പം കസബ പോലീസും ചേർന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.